ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 119 സങ്കീർത്തനം 19 വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ്. സങ്കീർത്തകന്റെ ഏറ്റുപറച്ചിലാണിത്. ഇത് വലിയൊരു ദൈവ ദർശനമാണ്. ഈ ഭൂമിയിൽ ഞാൻ അന്യനും പരദേശിയും, ഞാനിവിടെ ഒരു തീർത്ഥാടകനുമാണ്. ഈ തിരിച്ചറിവാണ് ഈ ലോക ജീവിതത്തിൽ നിത്യജീവന്റെ ജീവിതം നയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നത്. ഈ വെളിപാട് നമ്മുടെ ആത്മാവിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ പരാതികളില്ല, പരിഭവങ്ങളില്ല, മുറുമുറുപ്പുകളില്ല, അസംതൃപ്തികളില്ല, കുറ്റപ്പെടുത്തലുകളും ദുഷിപ്പുകളും നിന്ദനകളും പരിഹാസങ്ങളുമില്ല. സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുവാൻ, ആനന്ദത്തോടെ അഭിഷേകത്തോടെ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കെല്ലാം സാധ്യമാണ്. കർത്താവേ, നിത്യതയുടെ ദർശനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയത്തിലാണ് നാം എല്ലാവരുമായിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ്, ഞാനിവിടെ ഒരു തീർത്ഥാടകനാണ്. നശ്വരമായി നൈമിഷികമായ ജീവിതം കടന്ന് എന്റെ ശാശ്വതമായ ഭവനത്തിലേക്ക് ഞാൻ പോകുമ്പോൾ, കർത്താവേ, എന്റെ നിത്യത അങ്ങയിലാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു ഉറപ്പോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മനസ്സിന്റെ ഭാരങ്ങൾ, ഹൃദയത്തിന്റെ ചിന്താകുലങ്ങളെല്ലാം കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കായി നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. ആത്മാവ് എല്ലാം നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മാവ് എല്ലാം ഏറ്റെടുക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ദേശങ്ങളിൽ, ആവശ്യങ്ങളിൽ, നിയോഗങ്ങളിലെല്ലാം പരിശുദ്ധാത്മ തീ പടരുവാൻ ആഗ്രഹിച്ച് ഒരു നിമിഷം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കൃപ ചൊരിയണമേ, അഭിഷേകം നൽകണമേ, തീ നൽകണമേ, ആത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവേ വരണമേ, എല്ലാ ജനപദങ്ങളിലേക്കും വരണമേ, ലോകരാജ്യങ്ങളിൽ വരണമേ, ദേശങ്ങളിൽ വരണമേ, സഭാ സമൂഹങ്ങളിലേക്ക് വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, ഓരാത്മാവിലേക്കും വരണമേ. ദൈവത്തിന്റെ തീയായി കത്തണമേ, ദൈവത്തിന്റെ തീയായി കത്തണമേ, ദൈവത്തിന്റെ കാറ്റായി വീശണമേ, ദൈവത്തിന്റെ കാറ്റായി വീശണമേ. നിത്യതയുടെ ദർശനം നൽകണമേ, നിത്യതയുടെ ദർശനം നൽകണമേ, നിത്യതയുടെ വെളിച്ചം നൽകണമേ, നിത്യതയുടെ വെളിച്ചം നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ, ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മുടെ പ്രത്യാശ നമ്മൾ ഉറപ്പോടെ ഏറ്റുപറയുകയാണ്. ഈ ജീവിതം ഇവിടെ തീർന്നു പോകാനുള്ളതല്ല. ഈ ലോക ജീവിതത്തിനപ്പുറം എണ്ണിത്തീർക്കാൻ കഴിയാത്ത നിത്യമായൊരു ജീവിതം എൻ്റെ സഹോദര സഹോദരി നമുക്കുണ്ട്. കർത്താവുമായി അവിടുത്തെ നിത്യമഹത്വത്തിലുള്ള വാസം ഇതൊരു കെട്ടുകഥയാണ്. ഇതാണ് സുവിശേഷത്തിന് നമ്മോട് പറയാനുള്ളത്. ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് കരങ്ങളടിച്ച് എല്ലാം മറന്ന് നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ നമ്മുടെ പ്രത്യാശ ഏറ്റുപറഞ്ഞ് പാടി പ്രാർത്ഥിക്കുക. കർത്താവെ, കൃപ തരണമേ, കർത്താവെ, ജ്ഞാനം നൽകണമേ, കർത്താവെ, അഭിഷേകം നൽകണമേ, കർത്താവെ, തീ നൽകണമേ, തീ 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 സാന്നിധ്യം. യെസ് ലോർഡ്. ആമേൻ, ആമേൻ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ആമേൻ, ആമേൻ. ഗ്ലോറി, ഗ്ലോറി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ പടകിലുണ്ട്. ഈശോയെ, ഈ ലോകത്തിന്റെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ സഭയോട് നിൽക്കാൻ അഭിഷേകം ചെയ്യണമേ. എന്റെ
എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസി. ഈ ഉറപ്പ് ഏറ്റു പറഞ്ഞേ, നമ്മുടെ പ്രത്യാശ നമ്മൾ ഉറപ്പോടെന്ന് പ്രഖ്യാപിച്ചേ. ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. കർത്താവേ, ഞങ്ങളത് അറിയുന്നു, കൈകളാൽ നിർമ്മിക്കാത്ത ശാശ്വത വീട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കർത്താവേ, കൃപ കൃപ, ഹൃദയങ്ങളെ തുറക്കണമേ, ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ, അന്ധകാരം മാറ്റണമേ, അജ്ഞത മാറ്റണമേ, ഹൃദയ കാഠിന്യം മാറ്റണമേ. കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ, വിവേകം നിറയട്ടെ, ദൈവത്തിന്റെ ആലോചന നിറയട്ടെ, 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 നിറയട്ടെ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. കർത്താവിന്റെ കൃപയാൽ നിറയാൻ, കർത്താവിന്റെ ആത്മാവിനാൽ നിറയാൻ, കർത്താവിന്റെ ജ്ഞാനത്താൽ നിറയാൻ, നിത്യയുടെ വെളിച്ചത്തിൽ ജീവിക്കാൻ, നിത്യയുടെ പ്രത്യാശയിൽ വളരുവാൻ കൃപ തരണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു. യേശുവേ, ഈശോയേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. നിത്യതയിലേക്ക് കണ്ണുറപ്പിക്കാൻ കൃപ തരണമേ. നിത്യജീവന്റെ വെളിച്ചം നൽകണമേ. ലോകം കണ്ട് ജീവിക്കാനല്ല, നിത്യത കണ്ട് ജീവിക്കുവാൻ, കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ജീവിക്കാൻ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉള്ളങ്ങളെ തുറക്കണമേ, ഹൃദയങ്ങളെ തുറക്കണമേ, ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ബുദ്ധിയിൽ അന്ധകാരം മാറട്ടെ, മനസ്സിന്റെ അജ്ഞത മാറട്ടെ, ഹൃദയത്തിന്റെ കാഠിന്യം മാറട്ടെ, അവിടെയെല്ലാം കൃപ നിറയട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവ് ഇടപെടണമേ, സകല ഹൃദയങ്ങളെയും തുറക്കണമേ. ആമേൻ, ആമേൻ. കർത്താവേ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോഴും നിത്യജീവന്റെ ജീവിതം നയിക്കുവാൻ, കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു ആത്മാവായി മാറുവാൻ ഞങ്ങൾ ഏവർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം. ശൗസപിതാവേ, ഞങ്ങളെ സഹായിക്കണം. ആമേൻ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന, നിത്യതയുടെ വെളിച്ചം കെട്ടുപോകരുത്. നിത്യതയുടെ വെളിച്ചം കെട്ടുപോകരുത്. ഈ കാലഘട്ടത്തിൽ ഈ വചനദൂതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് അസംഖ്യം ആത്മാക്കള് നിത്യതയുടെ വെളിച്ചം കെട്ട് ഈ ലോകം കണ്ട് ജീവിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ നടമാടുന്ന എല്ലാ ധാർമ്മികമായ അധപതനത്തിൻ്റെയും അടിസ്ഥാന കാരണം നിത്യതയുടെ വെളിച്ചം കെട്ടുപോയതാണ്. നിത്യതയെ മറച്ച് അനേകം അസംഖ്യം ജീവിതങ്ങളെ പിശാച്ച് ജഡത്തിൽ കുടുക്കിക്കളഞ്ഞു. ലോകത്തിൻ്റെ മോഹവലയങ്ങളിൽ ബന്ധിച്ചു. തന്മൂലം എന്ത് സംഭവിച്ചു? അനേകം ആത്മാക്കള് നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ പ്രതിയാണ് സ്വർഗം നിലവിളിക്കുന്നത്. ഇതിനെ പ്രതിയാണ് നമ്മുടെ അമ്മ മാതാവ് രക്തക്കണ്ണീരൊഴുക്കി കരയുന്നത്. ഈ നശിക്കുന്ന തൻ്റെ മക്കളെ ഓർത്ത് നിത്യനാശത്തിലേക്ക് പോകുന്ന അസംഖ്യം ആത്മാക്കളെ പ്രതി സ്വർഗം ഇന്ന് നൊമ്പരപ്പെടുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ തേങ്ങല് നമ്മുടെ തേങ്ങലായി മാറണം. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനം. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി
അധ്വാനിക്കുക. വളരെ ശക്തമായ തിരുവചനമാണിത്. ഈ വചനത്തിലൂടെ എന്താ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന? കർത്താവിന്റെ അരികിലേക്ക് അപ്പം തേടി വന്ന, അപ്പത്തിന്റെ സുഖം അനുഭവിച്ച് അപ്പം ഭക്ഷിക്കാൻ വന്ന ജനക്കൂട്ടത്തോട് കർത്താവ് പറയുന്ന വാക്കുകളാണിത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി മാത്രം അധ്വാനിക്കാതെ അനശ്വരമായ നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ. കർത്താവിന്റെ ഈ വാക്കുകൾ വളരെ ഷാർപ്പാണ്. എന്താ അതിനർത്ഥം? ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, നശ്വരമായ ഈ ലോകത്തിൽ സുഖമായി സുന്ദരമായി ജീവിക്കാൻ വേണ്ടി മാത്രം നിന്റെ ജീവിതത്തെ നീ ഒഴുക്കിക്കളയരുത്. നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തരുത്. അതിനായി നിന്റെ സമയം, നിന്റെ ആരോഗ്യം, അവസരങ്ങള്, സാധ്യതകള്, സമ്പത്ത്, നിന്റെ കുടുംബം, തൊഴിൽ മേഖലകള്, നിന്റെ കുഞ്ഞുങ്ങൾ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന നന്മകളെല്ലാം അതിനുവേണ്ടി മാത്രമായി നീ പ്രയോജനപ്പെടുത്തരുത്. ഇതെല്ലാം നശ്വരമാണ്. ലോകവും അതിന്റെ മോഹങ്ങളെല്ലാം കടന്നുപോകും. ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം തീർന്നു പോകും. കർത്താവ് പറയാണ്, തീരാത്ത, അവസാനിക്കാത്ത, നിത്യം നിലനിൽക്കുന്ന നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി നിങ്ങൾ എല്ലാവരും അധ്വാനിക്കുവിനെന്ന് തന്റെ അരികിലേക്ക് വന്ന ജനക്കൂട്ടത്തെ നോക്കി നമ്മുടെ കർത്താവ് സംസാരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 12-ാം വചനത്തിൽ ഈ സത്യം സഭ മക്കളെ പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തിന് വേണ്ടി നല്ല പോരാട്ടം നടത്തണം. വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി കർത്താവ് വിശ്വസ്തയോടെ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ കാക്കുവാനായി മരിക്കേണ്ടി വന്നാലും സത്യം നഷ്ടപ്പെടുത്താതെ വിശ്വാസത്തെ സൂക്ഷിക്കുവാൻ വേണ്ടി നല്ല പോരാട്ടം നടത്തുക. നിത്യജീവനെ മുറുകെ പിടിക്കുക. ഇതിലേക്കാണല്ലോ തിമോത്തിയോസേ, പ്രിയ ദൈവത്തിന്റെ ജനമേ, ഞാനും നീയും വിളിക്കപ്പെട്ടിരിക്കുന്നെന്ന് പൗലോസ് സഭാമക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. നിത്യജീവനെ മുറുകെ പിടിക്കുക. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏത് തൊഴിൽ മേഖലയിൽപ്പെട്ടവരാണെങ്കിലും, ഏത് ജീവിതാവസ്ഥയിലുള്ളവരാണെങ്കിലും, ഈ ലോകത്തിലെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ നമ്മൾ വ്യാപരിക്കുന്നവരാണെങ്കിലും, കർത്താവിന്റെ വചനം നമ്മോട് പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട ദൂതാണ്, നീ ആരായാലും, നീ എവിടെയായിരുന്നാലും നിത്യജീവനെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. നിത്യജീവിതം വിട്ടുകളഞ്ഞ് നീ ജീവിച്ചാൽ അത് വലിയ അപകടവും നാശവുമാണെന്ന് പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിക്കും മുന്നറിയിപ്പ് തരികയാണ്. നിന്റെ ജീവിതം നിത്യനാശത്തിൽ നിബന്ധിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ എന്ന് പറയുന്നത് കർത്താവായ ഈശോ തന്നെയാണ്. ഈ ലോക ജീവിതത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ഒന്നല്ല നിത്യജീവിതം. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ കർത്താവിനെ സ്വന്തമാക്കി, കർത്താവിനോട് ഐക്യപ്പെട്ട് നിത്യജീവന്റെ ജീവിതം ഇവിടെ നമ്മൾ നയിക്കുമ്പോഴാണ് ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യതയുടെ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മൾ ഉയർത്തുന്നത്. കർത്താവുമായിട്ടുള്ള ഇറ്റേണൽ ഗ്ലോറിയിലായിരിക്കുവാൻ നമുക്ക് കൃപ ലഭിക്കുന്നത്. ഹല്ലേലൂയ. ആയതിനാൽ എൻ്റെ സഹോദര സഹോദരി, നീ ഭവനത്തിലായാലും, നീ യാത്ര ചെയ്താലും, നീ വിവിധങ്ങളായ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുമ്പോഴും, നമ്മൾ എന്ത് തന്നെ ചെയ്താലും നിത്യജീവനെ മുറുകെ പിടിക്കണം. നിത്യജീവന്റെ പ്രത്യാശയിൽ വേണം നമ്മളെല്ലാം ചെയ്യുവാൻ. നിത്യജീവനെ നഷ്ടപ്പെടുത്തുന്ന ഒരു ഇടപാട് നമുക്ക് ഉണ്ടാകരുതെന്ന വചനം പഠിപ്പിക്കുന്നത്. അതെന്തുമാത്രം സുഖം തരുന്നതാവട്ടെ, സന്തോഷം തരുന്നതാകട്ടെ, അതെന്തുമാത്രം കംഫർട്ട് തരുന്നതാകട്ടെ, അതെനിക്ക് എന്തുമാത്രം നന്മകൾ തരുന്നതാകട്ടെ, അതിനോട് നോ പറയാനുള്ള തൻ്റെ ഇടമാണ് ഈ കാലഘട്ടത്തിൽ ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടത്. നമുക്ക് ചങ്കൂറ്റം വേണം. എന്തിനാ ചങ്കൂറ്റം വേണ്ടത്? നിത്യജീവൻ അപകടപ്പെടുത്തുന്ന സകലതിനോടും നോ പറയാനുള്ള ചങ്കൂറ്റത്തിലേക്ക് ദൈവത്തിന്റെ ജനം ഉയർത്തപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഇവിടെയെല്ലാം ഒരു കോംപ്രമൈസ് വന്നു പെട്ടുപോയി. പല ഒഴികഴിവുകള്,
ഈ കോംപ്രമൈസ് ആണ് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ തളർത്തിയത്. നമ്മുടെ സഭയെ പലപ്പോഴും തളർത്തിക്കളയുന്നത് ഇത്തരത്തിൽ ചില കോംപ്രമൈസുകളാണ്. കർത്താവിന്റെ വചനത്തെ ഡൈലൂട്ട് ചെയ്യാൻ പാടില്ല. നിത്യജീവന്റെ സത്യങ്ങളെ നമ്മൾ അതിൽ വെള്ളം ചേർക്കരുത്. നമ്മളതിൽ മയപ്പെടുത്തരുത്. അതിന്റെ തീവ്രതയോടെ, അതിന്റെ ആദരവോടെ, ഭയഭക്തിയോടെ സ്വീകരിക്കുവാൻ ഓരോ വിശ്വാസിക്കും, സഭയുടെ ഓരോ മകനും മകൾക്കും കടമയുണ്ടെന്ന് കർത്താവിന്റെ സത്യവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഇതാണ് പൗലോസ് പറയുന്നത്. നിത്യജീവനെ നീ മുറുകെ പിടിക്കണം. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് കൊരിന്ഥോസ് സഭയ്ക്ക് എഴുതിയ 2 ലേഖനം 7:1 പറയുന്നുണ്ട്, ആകയാൽ സഹോദരരെ, ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ മനസ്സിന്റെയും ആത്മാവിന്റെയും ശരീരത്തിന്റെ എല്ലാ അശുദ്ധികളിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തോടെ വിശുദ്ധി പരിപൂർണമാക്കാം. ഈ വാഗ്ദാനം നമുക്കുള്ളതിന്. ഏത് വാഗ്ദാനം? നിത്യജീവനാകുന്ന വാഗ്ദാനം. എത്ര മനോഹരമായൊരു വചനമാണ്. നമ്മൾ വാഗ്ദാനത്തിന്റെ ക്ഷണമാണ് പ്രിയപ്പെട്ടവരെ. ബെനഡിക്ട് 16 മാർപ്പാപ്പ തന്റെ സഭാഭരണ കാലത്ത് പുറപ്പെടുവിച്ച മനോഹരമായൊരു ചാക്രിക ലേഖനമാണ് മലയാളത്തിൽ പ്രത്യാശയിൽ രക്ഷ. ഈ ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ സഭാമക്കളോട് പറയുന്നുണ്ട്, മറ്റെല്ലാ ജനതകളിൽ നിന്നും ക്രൈസ്തവരെ വ്യത്യസ്തരാക്കുന്നത് നിത്യജീവന്റെ പ്രത്യാശയാണ്. ഇതൊരു പ്രവചന ദൂതാണ് പ്രിയപ്പെട്ടവരെ. മറ്റ് മതസ്ഥരിൽ നിന്ന്, മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്ന് എല്ലാം ഒരു ക്രൈസ്തവനെ വ്യത്യസ്തനാക്കുന്നത് അവന്റെ ഭക്ഷണ രീതിയോ വേഷവിധാനങ്ങളോ അവന്റെ അനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെയല്ല. നിത്യ ജീവന്റെ പ്രത്യാശ. നമുക്ക് മാറ്റമില്ലാത്തൊരു ഉറപ്പുള്ള വാഗ്ദാനം കർത്താവായ ഈശോ തന്നിട്ടുണ്ട്. ആ വാഗ്ദാനം എന്താണ്? ഇറ്റേണൽ ലൈഫ്. ഇറ്റേണൽ ലൈഫ്, നിത്യജീവനാണ്. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 2:25 ഈ വചനം പറയുന്നില്ലേ, യേശു നമുക്ക് തന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ. എൻ്റെ സഹോദര സഹോദരി, നമ്മൾക്ക് എവിടെയാ തെറ്റുപറ്റിയത്? പിശാച് നമ്മുടെ ബുദ്ധിയിൽ അന്ധകാരം നിറച്ച് മനസ്സിനെ അജ്ഞത ബാധിച്ച് നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കി 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 നിത്യതയുടെ വെളിച്ചം നമ്മുടെ മനസ്സിൽ നിന്ന് അറ്റുപോയി. സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ മനുഷ്യന്റെ ഭാവന സൃഷ്ടിയാണെന്നും മനുഷ്യൻ നന്നായി നടക്കുവാൻ കണ്ടുപിടിച്ച സൂത്രങ്ങളാണെന്നുള്ള ചില തെറ്റായ ബോധ്യങ്ങളിൽ അനേകം ആത്മാക്കളെ പിശാച് ഇന്ന് ബന്ധിച്ചിട്ടിരിക്കുക. ഇത് സാത്താന്റെ കൊടും ചതിയാണെന്ന് എൻ്റെ സഹോദര സഹോദരി നമ്മൾ തിരിച്ചറിയണം. നമുക്കൊരു വാഗ്ദാനമുണ്ട്, അത് നിത്യജീവനാണ്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1 ലേഖനം 2:11 ദൈവത്തിന്റെ നിർമ്മലമായ വചനം പറയാണ്, ആകയാൽ സഹോദരരെ, നിങ്ങൾ ആത്മാവിനെതിരായി പോരാടുന്ന എല്ലാ ശാരീരികമായ പ്രവണതകളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ വിപ്രവാസികളും പരദേശികളും എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഞാനും നീയും ഈ ലോകത്തിൽ ആരാണ്? ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാ. ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി ഈ ലോകത്തിൽ പ്രവാസിയാണ്. ഇതൊരു പ്രവാസ ജീവിത പ്രിയപ്പെട്ടവരെ. ഈ ജീവിതം കടന്നു പോകേണ്ടവരാ നമ്മൾ ആരും ഈ ലോകത്തിൽ സ്ഥിരം താമസിക്കാൻ വന്നിട്ടുള്ളവരല്ല. നമ്മളിവിടെ പ്രവാസികളാണെന്നുള്ള വെളിച്ചം നമ്മുടെ ആത്മാവിൽ നിരന്തരം പ്രകാശിക്കണം. ഇവിടെയല്ല ഇന്ന് പിശാച് ഇരുട്ട് കൊണ്ടുവന്നിരിക്കുക, അന്ധകാരം നിറച്ചിരിക്കുകയാണ്. നമ്മളിവിടെ അന്യരാണ്. ഇതൊന്നും നമ്മുടേതാൽ ഒരു ദിവസം ഇതെല്ലാം ഇട്ടേച്ച് നമ്മൾ പോകണം. എത്രയെത്ര കോവിഡ് കാലത്ത് നമ്മുടെ പല പ്രിയപ്പെട്ടവരും നമ്മൾ ഒരിക്കലും ചിന്തിച്ചതല്ല, നമ്മൾ പ്രതീക്ഷിച്ചതല്ല, നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിച്ചുകൊണ്ട് എത്രയോ പ്രിയപ്പെട്ടവരെ നമ്മളെ വിട്ട് നിത്യതയിലേക്ക് പോയത്. ഒന്നും കൊണ്ടുപോയില്ല ഈ ലോകത്തിൽ നിന്ന്. അവര് നേടിയ സമ്പത്തോ, അവര് സ്നേഹിച്ച വ്യക്തികളെയോ, അവരോടിച്ചു നടന്ന കാറോ, അവര് ധരിച്ച വസ്ത്രങ്ങളോ
ആഭരണങ്ങളോ അവിടെ വസ്തുവകകളൊന്നും അവർ കൊണ്ടുപോയില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് വേദപുസ്തകം പറയുന്നത്. നമ്മളിവിടെ അന്യരാണ്, ഒന്നും കൊണ്ടുപോകാനില്ല. ഈ ഒരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾക്കുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാ, സ്വർഗം ആഗ്രഹിക്കുകയാ. ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടതിലാണ് സ്വർഗത്തിന്റെ വേദന. കർത്താവ് ഇന്ന് വിലപിക്കുന്നത് ഇതിനെ ഓർത്ത ദൈവമക്കളെ, ഇതിനെ ഓർത്ത്. നമ്മൾ പാടിയില്ലേ, എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. പിന്നെ എവിടെയാ വീട്? വീട് എവിടെയാ? അമേരിക്കയിലാണോ? യൂറോപ്പിലാണോ? വീട് എവിടെയാ? നമ്മൾ പണിതിരിക്കുന്ന സുന്ദരമായ ഭവനങ്ങളാണോ? നമ്മൾ നട്ടിരിക്കുന്ന ഭംഗിയുള്ള നല്ല പൂന്തോട്ടങ്ങളും ചെടിച്ചട്ടികളും സുന്ദരമായ സംവിധാനങ്ങളുമാണോ? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഇട്ടേച്ചൊരു ദിവസം ഞാനും നീയും ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോകുമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അക്കരയാണൻ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. ഇത് ഒരു നിത്യമായ സത്യമാണ്. ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? ഈ ലോകത്തിൽ ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കാനല്ല, ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടാനല്ല. പലരുടെയും ധാരണ ഈ നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ ഉഴപ്പന്മാരാണ്, ഈ ലോകത്തിൽ പണിയെടുക്കാതെ ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കാൻ വേണ്ടിയുള്ള ചില തത്രപ്പാടുകളാണ്, ഇങ്ങനെയുള്ള ആശയങ്ങൾ എന്നൊക്കെ ചിന്തിക്കുന്ന അനേക മനുഷ്യരെ ഈ കാലഘട്ടത്തിലുണ്ട്. എൻ്റെ സഹോദര സഹോദരി, ഇതൊക്കെ പിശാച് തരുന്ന പ്രബോധനങ്ങളാണ്. ഇതിനൊക്കെ പുറകിൽ സാധാരണ പ്രവർത്തിക്കുന്നത്. കാരണം നിത്യതയുടെ വെളിച്ചം ഒരു ആത്മാവിൽ കെട്ടുപോയാൽ പിന്നെ വളരെ ഈസിയായി ആത്മാവിനെ നിത്യ നരകത്തിൽ എത്തിക്കാൻ പിശാചിന് സാധിക്കും. ആദിമ സഭയിലെ വിശ്വാസികള് അവര് സുവിശേഷത്തിന്റെ തീനാവുകളായിരുന്നു. അവർ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിരുന്നു. പരിത്യാഗമെടുക്കാൻ, ഉപവസിക്കുവാൻ, കർത്താവിന്റെ സഭയെ പടുത്തുയർത്തുവാൻ ധീരതയാർന്ന സമർപ്പണമുള്ളവരായിരുന്നു. അവർ ഡിവോട്ടഡ് ആയിരുന്നു, കമ്മിറ്റഡ് ആയിരുന്നു. എന്തുകൊണ്ട് അവരിൽ ഈ തീ കത്തിയത്? അവർക്ക് നിത്യതയുടെ പ്രത്യാശയുണ്ടായിരുന്നു, അവർക്ക് നിത്യജീവന്റെ വെളിച്ചമുണ്ടായിരുന്നു. ആദിമസഭയിൽ വിശ്വാസികൾ കൂടെ കൂടെ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ്, ആമേൻ കർത്താവേ വന്നാലും, മാറാനാഥ മാറാനാഥ, കർത്താവേ വന്നാലും, കർത്താവേ വന്നാലും. സഹനങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ, കഷ്ടപ്പാടുകളിൽ, നൊമ്പരങ്ങളിൽ, പരിഹാസങ്ങളിൽ, ദുഷിപ്പുകളിൽ അവരെ ബലപ്പെടുത്തിയത്, അവരെ ഒന്നിപ്പിച്ചത്, അവരൊരുമിച്ച് നിർത്തിയത് ഈ നിത്യതയുടെ പ്രത്യാശയായിരുന്നു. എൻ്റെ സഹോദര സഹോദരി, നമ്മളെ തമ്മിലടിച്ചും പഴി പറഞ്ഞും പാര വെച്ചും ഒതുക്കിക്കളഞ്ഞും ഭിന്നത വിതച്ചും പരദൂഷണവും അപവാദം പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരെ തകർക്കുവാനും നശിപ്പിക്കുവാനും നമ്മൾ തത്രപ്പെടുമ്പോൾ എന്തുകൊണ്ടാ നമ്മൾ അറിയാതെ ഇത്തരത്തിലായി പോകുന്നത്? നമ്മുടെ ആത്മാവിലുള്ള നിത്യതയുടെ വെളിച്ചം പിശാച് കെടുത്തിക്കളഞ്ഞു, ബുദ്ധിയിൽ അന്ധകാരം നിറച്ചു. അതുകൊണ്ട് ഈ സത്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നന്മ തിന്മയായും, തിന്മ നന്മയായും, അശുദ്ധി വിശുദ്ധിയായും, വിശുദ്ധി അശുദ്ധിയായും കണ്ട് അനേകം അനേകം അനേക ആത്മാക്കള് നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിത്യതയുടെ വെളിച്ചം. ഞാനിത് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഈ ദിനങ്ങളിലെല്ലാം എൻ്റെ ഹൃദയത്തെ വല്ലാതെ വല്ലാതെ ഭാരപ്പെടുത്തുകയാണ്. നിത്യജീവനായി ജനത്തെ ഉണർത്തുക, നിത്യജീവനായി ജനത്തെ പ്രചോദിപ്പിക്കുക. കർത്താവിന്റെ സഭയെ, കർത്താവിന്റെ വൈദികരെ, സമർപ്പിതരെ, കർത്താവിന്റെ കുടുംബസ്ഥരെ, കർത്താവിന്റെ യുവജനങ്ങള്, കർത്താവിന്റെ കുഞ്ഞുമക്കളെല്ലാം ഒരുപോലെ നിത്യതയുടെ പ്രത്യാശയിൽ ജ്വലിക്കുന്ന ആത്മാക്കളായി മാറണം. വലിയ മാറ്റങ്ങൾ സഭയിലുണ്ടാകും, കുടുംബങ്ങളിലുണ്ടാകും, നമ്മുടെ മിനിസ്ട്രികളിലും ധ്യാന കേന്ദ്രങ്ങളിലും കൂട്ടായ്മകളിലെല്ലാം വലിയ വലിയ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് നൽകും ദൈവമക്കളെ. ജോൺ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3-ാം വചനത്തിൽ പരിശുദ്ധാത്മ പറയുന്നുണ്ട്, ഈ പ്രത്യാശയുള്ളവർ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ വിശുദ്ധരാക്കും. ഏത് പ്രത്യാശ? നിത്യജീവന്റെ പ്രത്യാശ.
ഈ പ്രത്യാശയുള്ള ആത്മാവിന് മാത്രമാണ് ഈ ലോക ജീവിതത്തിൽ വിശുദ്ധിയോടെ പാപം അതുപോലൊരു പ്രളയം പോലെ ലോകത്തെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ വഴിവിട്ട ലൈംഗികതകളും അരാജകത്വങ്ങളും മ്ലേച്ഛതകളും സുഖലോലുപതയും വിശ്വാസത്യാഗവും പലവിധത്തിലുള്ള ആസക്തികളുടെ അധിനിവേശം ഈ ലോകത്തിൽ അതുപോലെ വർദ്ധിച്ചു കൊണ്ടുവരുമ്പോൾ ഇതിന്റെ നടുവിൽ വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വിശ്വസ്തതയ്ക്കായി നിലകൊള്ളാൻ ഒരു ദൈവ പൈതലിന് കഴിയണമെങ്കിൽ അവന്റെയും അവളുടെയും അകത്ത് നിത്യതയുടെ വെളിച്ചമുണ്ടാകണം. അതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. ഈ പ്രത്യാശയുള്ളവർക്ക് ഈ പാപം നിറഞ്ഞ തലമുറയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്കാണ് എളിമപ്പെടാൻ പറ്റുന്നത്, ക്ഷമിക്കാൻ പറ്റുന്നത്, പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ സഹിക്കാൻ പറ്റുന്നത്, ദുഷിപ്പുകളുടെയും അപഖ്യാതികളുടെ നടുവിൽ സന്തോഷിക്കാൻ പറ്റുന്നത്, വിട്ടുകൊടുക്കാൻ പറ്റുന്നത്, ചെറുതാകാൻ പറ്റുന്നത്. ഈ ഒരു അഭിഷേകം നമ്മൾ ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. നിത്യതയുടെ അനോയിന്റിങ്, നിത്യജീവന്റെ വെളിച്ചം, നിത്യതയുടെ പ്രത്യാശ. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നുണ്ട്, കൊരിന്ത്യർ സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16, 17, 18 വചനങ്ങളിലാണ്. ഞങ്ങൾ ഭഗ്നരാശരാകുന്നില്ല, ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. മാനുഷികമായി പറഞ്ഞാൽ സന്തോഷിക്കുന്നൊരു വകയില്ല. ഉഗ്ര പീഡനങ്ങള്, നിന്ദനങ്ങള്, ദുഷിപ്പുകള്, പരിഹാസങ്ങള്, കൊടിയ സഹനങ്ങള്, ദാരിദ്ര്യം, ഞെരുക്കം, കഷ്ടപ്പാട്, ഇതിന്റെ നടുവിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസ്ലീഹ അഭിമാനത്തോടെ ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് പറയാ, ഞങ്ങൾക്ക് നിരാശയില്ല, ഞങ്ങൾക്ക് ആകുലതയില്ല, ഞങ്ങൾക്ക് ആരോടും പരാതിയില്ല. ഞങ്ങളിലുള്ള ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ഞങ്ങളിലുള്ള ആന്തരിക മനുഷ്യൻ, സ്പിരിച്വൽ മാൻ, ഓരോ ദിവസവും അത് ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, എന്നാൽ അത് ക്ഷണികമാണെന്ന് ഞങ്ങൾക്കറിയാം. അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. തുടർന്ന് പൗലോസ് പറയാണ്, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, സഹനങ്ങളെല്ലാം നിസ്സാരമാണ്. അതുകൊണ്ട് നമ്മൾ പ്രകാരം പാടുന്നത്, നിസ്സാരമാ നീറും ദുഃഖങ്ങൾ നിസ്സാരമാ, നാളെ വരുന്ന മഹിമയോർത്താൻ ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ, നാളെ വരുന്ന മഹിമയോർത്താൽ എന്റെ കർത്താവേ ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം നിത്യജീവന്റെ പ്രത്യാശ. എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വന്യവൈദികരെ, ഇന്ന് സഭയിൽ യഥാവധി പ്രഘോഷിക്കപ്പെടേണ്ടത് നിത്യജീവന്റെ സുവിശേഷമാണ്. അനേകരി ദർശനത്തിൽ പ്രത്യാശ നമ്മൾ ഉണർത്തിയ അവിടെ സ്നേഹം വീണ്ടെടുക്കപ്പെടുന്നു, എല്ലാം നവീകരിക്കപ്പെടുന്നു. പരസ്പരം വിട്ടുകൊടുക്കുവാനും എളിമപ്പെടുവാനും പ്രാർത്ഥിക്കുവാനും പരിത്യാഗം എടുക്കുവാനും സ്നേഹിക്കുവാനും ഒരുമിച്ച് മുന്നേറുവാനും ഐക്യതയിൽ ബലത്തോടെ നിൽക്കുവാനും നമുക്കെല്ലാം സാധിക്കും. കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ നിത്യതയുടെ വെളിച്ചം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ ആത്മാവിൽ ഒരിക്കലും അത് കെട്ടുപോകാൻ അനുവദിക്കരുതേ. ഈ ഒരു പ്രാർത്ഥനയോടെ തുറന്നുള്ള ദിനങ്ങളിൽ കർത്താവിൻ്റെ കരം പിടിച്ച് കർത്താവിനോട് ചേർന്ന് നിത്യജീവന്റെ ജീവിതം ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം.